ഈ ദോശയും ഓംലെറ്റ് വന്നിട്ട് ഇത്ര അടിപൊളി കോമ്പിനേഷൻ ആണോ? പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വൈകി പോയിട്ടോ. പൊതുവെ ഈ സിനിമയിലും തട്ടുകടയിലൊക്കെ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലോ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവാ. ഒരു ദിവസം ദോശമാവ് ബാക്കിയുണ്ട്, പക്ഷെ ചട്നിയോ സാമ്പാറോ ഇല്ലാത്ത സ്ഥിതിക്ക് അത് ഉണ്ടാക്കാനായിട്ടുള്ള മടി കാരണം ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇത്. പക്ഷെ ഇത് വന്നിട്ട് ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആണ്. ആൻഡ് എപ്പോഴും ഞാൻ ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇതുപോലെ വന്നിട്ട് എനിക്ക് തീരെ അങ്ങോട്ട് ദഹിക്കാത്തൊരു കോമ്പിനേഷനാണ് ഈ ഒരു ക്യാരമൽ ദോശ. അങ്ങനെയല്ല അതിനെ പറയാ, അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ആ ഒരു സംഭവം. ഈ ഒരു ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുന്ന ഈ ഒരു ദോശയുടെ ഒപ്പം ഒരു മധുരം എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. പക്ഷെ മേ ബി അതും ടേസ്റ്റ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എൻ്റെ ഇവിടുത്തെ ഓംലെറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി അറിയാൻ നാട്ടിൽ